ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഈ സിമ്പിൾ വിലയിരുത്തി നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ബോർഡിൽ വന്നിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള ഈ നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഈ സിമ്പിൾ വിലയിരുത്തി ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ അത് നമ്മൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ രണ്ട് വ്യത്യസ്ത ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സിമ്പിൾ മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കാരണം വ്യക്തമാക്കാം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിർമ്മിക്കുന്ന ഓരോ കമ്പനിയും അവർ നിർമ്മിക്കുന്ന ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള സിമ്പിളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ രണ്ട് വ്യത്യസ്ത സിമ്പിൾ മാത്രം അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും അവിടെ ലഭിക്കുന്നില്ല. മറിച്ച് നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സിമ്പിളിനെ കുറിച്ചും നമുക്ക് ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമുക്ക് വളരെ നിഷ്പ്രയാസം ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സിമ്പിളിനെ കുറിച്ചും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വഴി മനസ്സിലാക്കാം. ഇതുവഴി ഏതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നിങ്ങൾക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വന്നിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു മെത്തേഡിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ഇനി വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെയും പുറത്ത് നൽകിയിട്ടുള്ള നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സിമ്പിൾ വിലയിരുത്തി നമ്മൾ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും നമുക്ക് തൽക്കാലം മാറ്റിവെച്ച് മറ്റ് ചില ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി പരിശോധിക്കാം. നമുക്കിനി ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താം. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 1000 EF ആണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് 35 വോൾട്ട് ആണെന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് സ്വല്പം വീതിയിൽ തന്നെ ഒരു ലൈൻ വരച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ലൈനിൻ്റെ സെൻട്രലായിട്ട് 3 മൈനസ് ചിഹ്നവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് സ്വല്പം വീതിയിൽ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനും ആ ഒരു ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഈ 3 മൈനസ് ചിഹ്നവും നൽകിയിട്ടുള്ളത്. ഇവിടെ അത് സൂചിപ്പിക്കുന്നത്
ഇതൊരു നെഗറ്റീവ് സിമ്പിളായിട്ടാണ് ഇവിടെ അത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെഗറ്റീവ് സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു ടെർമിനൽ അത് തീർച്ചയായിട്ടും ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് പരിഗണിക്കാം. ബാക്കി വരുന്ന ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രൂപത്തിൽ സിമ്പിൾ വരുന്ന ഏതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഈ സിമ്പിൾ വിലയിരുത്തി തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മളിപ്പോൾ നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന സിമ്പിൾ വിലയിരുത്തി ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തിയ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അഥവാ ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ വിലയിരുത്തി ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തിയ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും 1000 EF കപ്പാസിറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 63 വോൾട്ട് ആണെന്നും എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 35 വോൾട്ട് ആണെന്നും നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസ് 1000 EF ആണെങ്കിലും ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും വോൾട്ടേജിൻ്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് ഇവിടെ സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നിറമായിട്ട് ബ്ലാക്ക് നിറം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നിറമായിട്ട് വെള്ള നിറവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ അത് പരസ്പരം വിലയിരുത്തി കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് ഇവിടെ സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും പെട്ടെന്ന് കാണുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ അത് തീർത്തും ഡിഫറൻ്റ് ആണ് എന്ന് തോന്നാനുള്ള കാരണങ്ങൾ അനവധിയാണ്. അവ ഓരോന്നും ഞാൻ ഇവിടെ വിവരിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ബാക്ക്ഗ്രൗണ്ട് നിറമായി ഇവിടെ ബ്ലാക്ക് നിറമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ സംബന്ധിച്ച് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിറം അത് വൈറ്റ് നിറമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ചുറ്റും നൽകിയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് നിറത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് നമ്മുടെ കണ്ണിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് അത് തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണെന്ന്
നമുക്കത് പെട്ടെന്ന് തോന്നുന്നു എന്നതാണ് വസ്തുത. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിലും നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് അതിവിടെ സെയിം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിലും നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് അതിവിടെ സെയിം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ അത് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണെന്ന് തോന്നാനുള്ള മറ്റൊരു കാരണം എന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ബാക്ക്ഗ്രൗണ്ട് നിറമായിട്ട് ബ്ലാക്ക് നിറം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ബാക്ക്ഗ്രൗണ്ട് നിറമായിട്ട് വെള്ള നിറവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളും അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളും അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നത് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ബാക്ക്ഗ്രൗണ്ട് നിറമായി നൽകിയിട്ടുള്ള കറുപ്പ് നിറവും അതുപോലെ തന്നെ വെള്ള നിറവും മാത്രമല്ല നമ്മളെ ആകർഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ബാക്ക്ഗ്രൗണ്ട് നിറമായി നൽകിയിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് നിറത്തിൻ്റെ വീതി അഥവാ ബാക്ക്ഗ്രൗണ്ട് നിറത്തിൻ്റെ വലിപ്പം ഇവ കൂടി നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടും നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് ഇവിടെ സെയിം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും പെട്ടെന്ന് കാണുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളും അതുപോലെ തന്നെ ഈ സിമ്പിളും അത് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണെന്ന് നമുക്കത് പെട്ടെന്ന് തോന്നാനുള്ള മറ്റൊരു കാരണം എന്നത് നമുക്ക് ഇവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ഇവിടെ ബ്ലാക്ക് നിറമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് ഇവിടെ വെള്ള നിറമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിളിന് നൽകുന്ന നിറങ്ങളിൽ വരുന്ന മാറ്റങ്ങളും കാരണമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അതിവിടെ സെയിം തന്നെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അതിവിടെ സെയിം തന്നെയാണെന്ന് വ്യക്തമായി കാണിച്ചു തന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അതിവിടെ സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഇതുപോലെയുള്ള രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിലും നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അതിവിടെ സെയിം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു ടെർമിനൽ അത് ഇതുപോലെയുള്ള
ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി വരുന്ന ഈ ഒരു ടെർമിനൽ അത് ഇതുപോലെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നെഗറ്റീവ് സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു ടെർമിനൽ അത് ഇതുപോലെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി വരുന്ന ഈ ഒരു ടെർമിനൽ അത് ഇതുപോലെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ ഈ ഓറഞ്ച് നിറത്തിലും പച്ച നിറത്തിലും വന്നിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് ഇവിടെ സെയിം തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമ്മൾ ഇനി നേരിടാൻ പോകുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നത് നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ അത് പല നിറത്തിലും നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പച്ച നിറത്തിലും ഓറഞ്ച് നിറത്തിലും മാത്രമല്ല ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ വരുന്നത്. മറ്റ് പല നിറങ്ങളിലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെയോ അല്ലെങ്കിൽ പോസിറ്റീവ് കണക്ഷനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നിറമായി ഉപയോഗിച്ചിട്ടുള്ള നിറത്തിലും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് കണക്ഷനെയോ അല്ലെങ്കിൽ പോസിറ്റീവ് കണക്ഷനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നിറത്തിലും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് വൈവിധ്യമാർന്ന നിറങ്ങളിൽ വരുന്ന എല്ലാ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളും എടുത്ത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ തന്നെയാണോ എന്ന് ഒരു കമ്പയർ ചെയ്ത് വിലയിരുത്തുന്ന വീഡിയോ ചെയ്യുക എന്നത് തീർത്തും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്കും അറിയാം. ഇനി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയാൽ തന്നെ ഈ വീഡിയോ സീരീസിൻ്റെ എപ്പിസോഡുകളുടെ എണ്ണം വർദ്ധിച്ചു വരും എന്നല്ലാതെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അത് തീർച്ചയായിട്ടും ഒരു മടുപ്പ് ഉളവാക്കുന്ന ഒരവസ്ഥയായിട്ട് മാറുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ഏത് നിറത്തിലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ തന്നെയാണോ എന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് അത് അല്പം വിശദമായി പറഞ്ഞു തരാം.